റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് റഷ്യ. സൗദിയിൽ യുഎസും റഷ്യയുമായി നടത്തിയ ചർച്ച വിജയം. സൗദി അറേബ്യയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ യുക്രൈനിൽ സമാധാനം കൈവരിക്കാനുള്ള ചർച്ചകൾക്ക് ഉന്നതതല സംഘത്തെ രൂപീകരിക്കാനും ധാരണയായി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നാളെ സൗദി അറേബ്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനാണ് കളമൊരുങ്ങുന്നത്. റിയാദിൽ നടന്ന ചർച്ചയെ സുപ്രധാന കാൽവെപ്പെന്നാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. 4.5 മണിക്കൂറോളമാണ് ചർച്ച നീണ്ടത്. ചർച്ചകൾ വിജയകരമെന്ന് റഷ്യൻ പോളിസി അഡ്വൈസർ യൂറി ഉഷാകോവും വ്യക്തമാക്കി. ഇരുപക്ഷവും പരസ്പര താൽപര്യങ്ങളും ഉഭയകക്ഷി ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാനും നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായി. റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ അൽ സൗദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാദ് ബിൻ മുഹമ്മദ് അൽ ഐബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു കൂടിക്കാഴ്ച. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും ഉക്രൈനിൽ സമാധാനം കൈവരിക്കാനുള്ള ചർച്ചകൾക്ക് ഉന്നതതല സംഘത്തെ രൂപീകരിക്കാനും ധാരണയായി. അമേരിക്കൻ പ്രതിനിധികളായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US മധ്യേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവർ പങ്കെടുത്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷാകോവ്, മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥരും ചർച്ചയുടെ ഭാഗമായി. വാഷിംഗ്ടണിലെയും മോസ്കോയിലെയും അതത് എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുക എന്നതുകൂടിയായിരുന്നു ചർച്ചയുടെ മറ്റൊരു ഉദ്ദേശം. തങ്ങളെ ഉൾപ്പെടുത്താത്ത ചർച്ചകളിലെ കരാറുകൾ അംഗീകരിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.